ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയാണ് ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണപ്പാളി കടത്തുമ്പോൾ സുധീഷ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സുധീഷ് കുമാറിന്റെ പേര് ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നു വന്ന പേരാണ്. പിന്നീട് സുധീഷിലേക്കൊക്കെ അന്വേഷണം എത്താത്തൊരു സാഹചര്യം ഉണ്ട്. എന്താണ് സുധീഷിനെതിരായ ആരോപണങ്ങൾ? നീലിമ, സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന മുരാരി ബാബു രേഖകൾ തയ്യാറാക്കിയ സമയത്ത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുമാറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ട്. അതായത് മുരാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും ലഭിച്ച വിവരങ്ങളടക്കം നിരത്തിക്കൊണ്ടായിരിക്കും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യുക. അത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ്. കുമാർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന രേഖകളിൽ മുരാരി ബാബു എഴുതി ചേർക്കുന്ന സമയത്ത്, അതായത് 98-99 കാലഘട്ടത്തിൽ ഇത് സ്വർണ്ണമായിരുന്നു. അത് വിജയ് മല്യ സ്വർണം പൂശാൻ നൽകിയത് ആ സ്വർണ്ണമായിരുന്നു. ആ സ്വർണം പാളികൾ തന്നെയാണ് പിന്നീട് മുരാരി ബാബു എഴുതി ചേർത്ത് ചെമ്പുപാളികളാക്കിയത്. ആ സമയത്ത് ഉദ്യോഗസ്ഥനായിരുന്നു ഈ സുധീഷ് കുമാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനും ഇതിൽ പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ട്. ഇവരെ രണ്ടുപേരെയും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ടൊരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല കൂടുതൽ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ട് എന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ടുപേരിലല്ലാതെ കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരുന്നെങ്കിൽ അതിന് പിന്നാലെയാണ് മുരാരി ബാബുവിനെ കൂടി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കൂടി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിന് പിന്നാലെയാണ് മൂന്നാമതായിട്ട് ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കൂടി വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ വകുപ്പിൻ്റെ ദേവസ്വം ബോർഡിന് ഉള്ളിൽ നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കൂടി ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, നേരത്തെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നിന്നും സ്വർണ്ണപ്പാളികൾ വിജയ് മല്യ സ്വർണം പൂശിയതാണ് എന്നടക്കമുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവമായൊരു സമീപനം, അല്ലെങ്കിൽ ബോധപൂർവമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന രേഖകളിൽ എഴുതിയത് എന്നതടക്കമുള്ളതിനൊരു അടക്കമുള്ളതിനൊരു തെളിവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സുധീഷ് കുമാർ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളടക്കം ചോദ്യം ചെയ്യുകയാണ്. ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ.